എടാ നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. ഈ ടി വി ആയിട്ട് നോക്കിയിരിക്കുമല്ലായിരുന്നോ നീയൊക്കെ? സിന്ധോമ്മ വന്ന് വിളിച്ചിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്തോടാ? അമ്മ ഞാൻ കണ്ടില്ലല്ലോ സിന്ധോമ്മ വന്നത്. എങ്ങനെ കാണാനാടാ? ടി വി ആയിട്ട് നോക്കിയിരിക്കുമല്ലായിരുന്നോടാ? റിമോട്ട് എടുത്തോ ഈ യൂട്യൂബ് സാധനം എല്ലാം ഇന്ന് ഡിസ്കണക്ട് ചെയ്യണം. എന്നാൽ തോണ്ടി ഇതായിട്ടിരിക്കുന്നതുകൊണ്ട് ആരും വന്നാലും കാണാത്തത്. റിമോട്ട് ഞാൻ എടുത്ത് റിമോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ, എടുത്ത് തന്നോളാം. ഇനി പിന്നത്തേക്ക് ആക്കണ്ടെന്നേ, നീ ഇപ്പൊ എടുത്തോണ്ട് പോവാം. ഇപ്പൊ തന്നെ ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാം. എടാ അച്ഛൻ ഈ നിങ്ങളോട് പറയുന്നതെന്നു യൂട്യൂബൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ റീൽസ് ഒക്കെ ഇങ്ങനെ തിരുവരാണ് മാറ്റി വിട്ടുകൊണ്ടിരുന്നതൊക്കെ നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് പോലുള്ള അസുഖങ്ങളൊക്കെ വരും. എന്ന് വെച്ചാൽ മെമ്മറി പ്രോബ്ലം വരും, ചിന്തിക്കാനുള്ള കഴിവ് കുറയും. അതുകൊണ്ടൊക്കെ കേട്ടോ ഒരു സിനിമയൊക്കെ വെച്ച് കണ്ടു ആ റിമോട്ടിൽ എടുത്തുണ്ട്. ഇത് മാറ്റിയിട്ട് വല്ലപ്പോഴും ഒരു സിനിമയെ ഒരുമിച്ച് ഇനി ഫോണെ തപ്പുന്ന റിമോട്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും സുഭാഷ് എന്താണെന്നറിയോ? ഞാനുള്ള സുഭാഷ് റിമോട്ട് എന്ന് ഇവന്മാർ കാണുമ്പോൾ മാറ്റി വെക്കും. പക്ഷേ അതിൻ്റെ എവിടെയാണ് വെച്ചെന്ന് പിറ്റേ ദിവസം ഇവന്മാർ ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ മറന്നു പോകും. എന്നും ഇത് തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ ഫോട്ടോ എടുത്ത് ഫോണെ വെച്ചിരിക്കുക, എവിടെയാണ് റിമോട്ട് വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ബ്രെയിൻ ഫോഗ് പിടിച്ച മാടമ്പള്ള ചിത്രരോഗി നീ ആ പിള്ളേരെ ഉപദേശിക്കാൻ. ഞാൻ ഇന്നത്തോടു കൂടി ഈ ഫോൺ ഉപയോഗം കുറയ്ക്കുക. ഞാൻ ഈ ഫോൺ നോക്കത്തുമില്ല, ആവശ്യമില്ലാതെ നോക്കത്തില്ല കേട്ടല്ലോ. അതെ എന്നാ ആ സുഭാഷ്ടാ ഇന്നത്തെ ഗുളിക കഴിച്ചോ? ആന്റിബയോട്ടിക് ഒരു ഡോസ് കൂടെ കഴിക്കാനില്ല, കഴിച്ചായിരുന്നോ? ഇത് ഞാൻ ഗുളിക കഴിക്കാണ്ട് ഗുളിക എടുത്തേ. ഞാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഗുളിക കഴിച്ചോന്ന് എനിക്കൊരു കൺഫ്യൂഷൻ. കാരണം ഞാൻ കഴിച്ചില്ല, കഴിച്ചില്ലെന്നൊരു ഓർമ്മക്കുറവ്. സുഭാഷേട്ടന് പണ്ടേ ഉള്ളോ ഓർമ്മക്കുറവ്? സുഭാഷിനെ ഓർക്കുന്നില്ല? ഈ കുഞ്ഞാവ് വെച്ചോടെ കുഞ്ഞായിരുന്നു മാക്സിൽ പോയപ്പം കൊച്ചിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് എന്നോട് കിടന്ന് കൊച്ചെന്തി എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ടെൻഷൻ അടിച്ചത്. ഞാൻ നാണം കെട്ട് പോയി. ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കളിയാക്കി ചിരിക്കുമായിരുന്നു, സെയിൽസ് ഗേൾസ് ഒക്കെ. എടാ മണ്ട വായിക്കാത്താണോ ബ്രെയിൻ ഫോഗ്? എനിക്കിത്ര പറയാനുള്ളൂ. എല്ലാവരും ഈ ഫോൺ ഉപയോഗവും ടി വി ഉപയോഗവും ഒക്കെ ഇച്ചിരി കുറയ്ക്കാമെങ്കിലേ പരസ്പരം ഓർത്തിരിക്കാം, അല്ലെ അതും മറന്നുപോകും. ശരിക്കേ നീ ഞാനെങ്ങാനും നിന്നെ മറന്നു പോവുകയാണെങ്കിൽ ഓർമ്മിപ്പിക്കാനായിട്ടൊന്നും നീ നിൽക്കണ്ട, എന്നോട് കൂടി വന്നടിയട്ടെ. അന്നത്തോടു കൂടി ഈ ഡിമെൻഷ്യ ഒക്കെ മാറിയിട്ട് നിങ്ങളുടെ തലച്ചോറ് വെളിയിൽ വരും.